വെൽക്കം ടു എജൂക്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കേരള റാങ്ക് അറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചാനലിൽ ഓൾറെഡി ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ ലാസ്റ്റ് ഇയർ ഏതൊക്കെ കാറ്റഗറീസിൻ്റെ അണ്ടറിൽ എത്ര കേരള റാങ്കിൽ ഓരോ കോളേജസിൽ കയറിക്കുന്ന ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സെൽഫ് ഫിനാൻസിൻ്റെ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഓവറോൾ എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ ഒരു ഓവറോൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഓരോ കോളേജസിൽ ഓരോ കാറ്റഗറീസിൻ്റെ അണ്ടറിൽ എത്ര കേരള റാങ്ക് വരെയാണ് കയറിക്കണമെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്: അൽ-അസാർ, അമല, അസീസിയ, ബിലീവേഴ്സ്, ഡോക്ടർ മൂപ്പൻസ്, MES, ശ്രീ ഗോകുലം, ജുബീലി, KMCT, PK ദാസ്, കേരള മെഡിക്കൽ കോളേജ് പാലക്കാട്, കരുണ, മലങ്കര ഓർത്തഡോക്സ്, മലബാർ മെഡിക്കൽ കോളേജ്, മൗണ്ട് സിയോൺ, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പുഷ്പഗിരി, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡോക്ടർ സോമർവിൽ മെമ്മോറിയൽ, CSI, SUT അക്കാഡമി, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്. ഇത്രയും സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ ഏതൊക്കെ കാറ്റഗറീസിൻ്റെ അണ്ടറിൽ ഏതൊക്കെ കേരള റാങ്കിലാണ് ഓരോ കോളേജസിൽ കയറിക്കുന്നത്. അപ്പോൾ ചിലർ മെസ്സേജ് കൊണ്ട് അമലയിൽ ലാസ്റ്റ് എത്രയും കയറിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട കോളേജിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ എത്രയും കയറിക്കണം. ലാസ്റ്റ് ഇത് ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഇത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആണ്. ഫസ്റ്റോ സെക്കൻഡോ അല്ല, ഈ ഒരു റാങ്ക് തേർഡ് ഫേസിൽ ലാസ്റ്റ് കയറിയ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അൽ-അസാർ മെഡിക്കൽ കോളേജാണ്. അൽ-അസാറിൽ നോക്കുമ്പോൾ അൽ-അസാറിൽ അടിയത്തെ കാറ്റഗറീസ് നോക്കട്ടെ. അത് മോളിക്ക് സ്ക്രോൾ ചെയ്ത സ്ക്രീന് കാണില്ല വെച്ചിട്ടാണ്. അൽ-അസാറിൽ SMൻ്റെ അണ്ടറിൽ 10,678, EZൽ 11,120, MUൽ 11,925, BHൽ 10,856, LAയിൽ 13,481, DVയിൽ 10,971, VKയിൽ 12,385, BXൽ 12,255, KNൽ 13,922, KUയിൽ 25,834, SCയിൽ 18,029, STയിൽ 27,405. ഇനി വാക്കൻ്റായി കിടക്കണം എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആണ്, തേർഡ് ഫേസിൻ്റെയാണ്. അപ്പോൾ ഈ വാക്കൻ്റായി കിടക്കുന്നത് ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവിടെ ഫിൽ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത അമലയത്തെ നോക്കണം. കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടി കോമ്പറ്റീഷൻ ഉള്ള ഒരു സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ്. അവിടെ SMൽ കയറിക്കണത് 2,678, EZൽ 2,765, MUൽ 2,806, ഓക്കെ, DVയിൽ 6,594, VKയിൽ 4,455, SCയിൽ 12,876. അടുത്ത അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മിയന്നൂർ കൊല്ലത്ത് നോക്കുമ്പോൾ SMൽ 8,561, EZൽ 15,041, MUൽ 15,462, BHൽ 9,991, LAയിൽ 10,190. അടുത്ത SCയിൽ 17,935. എസ്സിക്കാർക്ക് കുറച്ചും കൂടി ചാൻസ് ഉണ്ട്, അവർ കുറച്ചും കൂടി റിസർവേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ചാൻസ് ഉണ്ട്. അടുത്ത ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല നോക്കുമ്പോൾ SMൽ 3,599, EZൽ 4,250, MUൽ 4,592, BHൽ 3,942, LAയിൽ 4,179, SC വീണ്ടും നോക്കുമ്പോൾ 15,750. ഓക്കെ, ഇനി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പടി വയനാടിലെ കോളേജ് നോക്കുമ്പോൾ SMൽ നോക്കുമ്പോൾ 8,599, EZ 10,299, 10,229, MU 9,553, BH 8,796, LA 11,372, DV 10,394, VK 10,487, BX 11,707, KN 11,425, KU 26,025, SC 17,696, ST 25,110 ആൻഡ് EW 18,864. ഇതൊക്കെയാണ് ഇത് നമ്മളിപ്പോൾ ഇത്രയും നോക്കി 5 സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ കട്ട് ഓഫുകളാണ് ലാസ്റ്റ് ഇയർ. ഞാൻ വീണ്ടും പറയുന്നത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആണ്. തേർഡ് ഫേസിൽ ലാസ്റ്റ് കയറിയ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഓരോ കാറ്റഗറീസിനുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ MUയിൽ ഉള്ളൊരാളാണെങ്കിൽ ഏകദേശം നിങ്ങളൊരു റാങ്ക് പറയുന്ന 10,000 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് വിചാരിച്ച് 10,462 അല്ലെങ്കിൽ 10,462 കറക്റ്റ് എന്താ പറയുക അസീസിയ മെഡിക്കൽ കോളേജിൽ തേർഡ് ഫേസിൽ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റും, ഒരിക്കലും പറ്റില്ല. കാരണം ഇയർ വൈസ് വേരിയേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ പ്ലസ് ആവാം, ചിലപ്പോൾ മൈനസ് ആവാം. ഓക്കെ, അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. കറക്റ്റ് ഇതേപോലെ ആവണമെന്നില്ല, പക്ഷേ അതിൻ്റേതായ കുറേ ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഈ റാങ്ക് മാറുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9,000 ഒരു കുട്ടി കേരളത്തിൽ സെൽഫ് ഫിനാൻസ് എടുക്കാതെ തമിഴ്നാട്ടിൽ സെൽഫ് ഫിനാൻസ് എടുത്താൽ ആ കുട്ടി കേരളത്തിൽ നിന്ന് പോയി, അപ്പോൾ ബാക്കിയുള്ള കുട്ടിക്ക് ഇത്രയും കൂടി സ്കോർ കയറി വരിക. അങ്ങനെ നമ്മൾ കേരളത്തിലെ കുട്ടികൾ പോകുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ചാൻസ് കൂടും. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ റാങ്ക് വന്നിട്ടുള്ളത്. ഈ ഇയറും അതേപോലെ കുറേ ആൾക്കാർ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക ഒക്കെ പോകുകയാണെങ്കിൽ കേരള റാങ്ക് ബാക്കിൽ കിടക്കുന്നവർക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് വരാം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും 5 കോളേജസ് നോക്കി ഞാൻ അടുത്തേക്ക് കിടക്കുമ്പോൾ ഓക്കെ, ഇനി അടുത്ത് നോക്കണം MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം നോക്കുമ്പോൾ SMൽ 3,721, EZൽ 4,042, MU 3,772, BHൽ 3,822, LAയിൽ 7,496, DVയിൽ 7,307, VKയിൽ 4,731, SCയിൽ 15,760, STയിൽ 25,601. അത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ SMൽ 3,930, EZൽ 4,440, MUൽ 4,424, BHൽ 4,312, LAയിൽ 786,
ഡി വിയിൽ 8687, വി കെയിൽ 5483, ബി എക്സിൽ 5489, കെ എനിൽ 8955, കെ യുവിൽ 16768, എസ് സിയിൽ 15708, എസ് ടിയിൽ 26042, ഇ ഡബ്ല്യൂയിൽ 9234. അടുത്ത ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നമ്മൾ അമല പറഞ്ഞ പോലെ കുറച്ച് കോമ്പറ്റീഷൻ കൂടിയുള്ള സെൽഫ് ഫിനാൻസ് കോളേജാണ്. അവിടെ എസ് എമ്മിൽ നോക്കുമ്പോൾ 2594, ഇ സെറ്റിൽ 2738, എം യുയിൽ 2640, ബി എച്ച് വാക്കൻ്റ് ആണ് ബിക്കോസ് അവിടെ ഓൾറെഡി ഫിൽ ആയിട്ടുണ്ടാവും. എൽ എ 2953, ഡി വിയിൽ 6799, കെ എനിൽ 10280, കെ യുയിൽ 20246, എസ് സിയിൽ 12062, എസ് ടി 23192. അടുത്ത കെ എം ടി മെഡിക്കൽ കോളേജ് മുക്കം കോഴിക്കോട് നോക്കുമ്പോൾ എസ് എമ്മിൽ 6158, ഇ സെറ്റിൽ 7981, എം യുയിൽ 6597, ബി എച്ചിൽ 6646, എൽ എയിൽ 9140, ടി വിയിൽ 8940, വി കെയിൽ 7667, ബി എക്സിൽ 11449, കെ എനിൽ 10147, കെ യുയിൽ 22030, എസ് സിയിൽ 16993, എസ് ടിയിൽ 26857. അടുത്ത പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കുറേ ആൾക്കാർ ചോദിച്ചൊരു കോളേജ് ആയിരുന്നു. അവിടെ എസ് എമ്മിൽ വരുന്നത് 9756, ഇ സെറ്റിൽ 10910, എം യുയിൽ 11493, ബി എച്ചിൽ 10519, എൽ എയിൽ 13326, ഡി വിയിൽ 10771, വി കെയിൽ 11767, ബി എക്സിൽ 11169, കെ എനിൽ 11078, കെ യുയിൽ 24308, എസ് സിയിൽ 17967, ഓക്കെ, എസ് ടിയിൽ 29420, ആൻഡ് ഇ ഡബ്ല്യൂയിൽ 19325. അടുത്ത കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് നോക്കുമ്പോൾ എസ് എമ്മിൽ 6214, ഇ സെറ്റിൽ 7043, എം യുയിൽ 6354, ബി എച്ചിൽ 6699, എൽ എയിൽ 7623, ഡി വി വാക്കൻ്റ് ആണ്, വി കെ 9533, എസ് സി 16633, എസ് ടി 28819. ഓക്കെ, ഇനി അത് കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് നോക്കുമ്പോൾ എസ് എം 9844, ഇ സെറ്റ് 10407, എം യു 10343, ബി എച്ച് 10247, എൽ എ 13046, ബി എക്സ് 10583, കെ എൻ 11112, എസ് സി 18003. അടുത്ത മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോളഞ്ചേരി നോക്കുമ്പോൾ എസ് എം 3198, ഇ സെറ്റ് 3417, എം യു 3541, എൽ എ 5237, വി കെ 4563, ആൻഡ് എസ് സി 15479. അപ്പോൾ ഇത്രയും കാര്യത്തിൽ പറയാമെന്ന് വെച്ചാൽ ഒരു കോളേജിൽ വന്ന കാറ്റഗറി അല്ല അടുത്ത കോളേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിൽ 3000 റാങ്കിൽ ഒരു കുട്ടിക്ക് സേഫാണ്. പക്ഷേ അതേ ഇതിൽ നോക്കുകയാണെങ്കിൽ പി കെ ദാസിൽ ഏകദേശം 9000 സംതിങ്ങിന് എന്ത് കയറിയിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എന്താ പറയുക 9000 വരെ. അത് ഓരോ കാറ്റഗറി കോളേജ് അതിനനുസരിച്ച് മാറ്റം വരും. ബിക്കോസ് പി കെ ദാസിൽ 9000 കയറിയില്ലെങ്കിൽ ഇ സെറ്റിൽ എത്ര കയറി 10,000. പിന്നെ എം യുയിൽ നോക്കുമ്പോൾ 11,000 ആയി, എൽ എയിൽ നോക്കുമ്പോൾ 13,000 ആയി. അത് ഓരോ കാറ്റഗറീസ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാ കറക്റ്റ് മനസ്സിലാക്കുക. അതിൽ റിസർവേഷൻ ഉള്ള ആളാണെങ്കിൽ കറക്റ്റ് കാറ്റഗറി മനസ്സിലാക്കി നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള കോളേജ്. ഇപ്പോൾ ചിലവർ കുറേ ആൾക്കാർ ജൂബിലിയുടെ ചോദിച്ചിരിക്കണ്, കെ എം സി ടി ചോദിച്ചിരിക്കണ്, പി കെ ദാസ് ചോദിച്ചിരിക്കണ്, അതേപോലെ ഡോക്ടർ സോമർവേൽ കോളേജൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതൊരു സേഫ് ആയിട്ട് കാണാം. പക്ഷേ കുറേ മാറ്റങ്ങളുണ്ട്, ഇയർ വൈസിൻ്റെ മാറ്റം വരും. ഓക്കെ, പക്ഷേ നമുക്ക് അത് വിചാരിച്ചിട്ട് ഇപ്പോൾ എം യുവിൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ പി കെ ദാസിൽ ലാസ്റ്റ് കയറിയാണ് 11493. ഈ ഒരു ഇയറും അതേ റാങ്ക് കയറണം എന്നൊരു നിർബന്ധമില്ല. ബിക്കോസ് മാറ്റങ്ങൾ വേറെ ഇയർ വൈസ് 2024 പോലെ അല്ല, 25 പോലെ ആവില്ല 26. അതുകൊണ്ട് തന്നെ ഈ 11493 കറക്റ്റ് അതേപോലെ തന്നെ ഇയർ കയറണമെന്നില്ല. ചെറിയൊരു പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ വരാം, എന്നാലും ആ ഒരു ഇതിൽ. ഓക്കെ, ഇനി അടുത്തപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മലങ്കര കഴിഞ്ഞ് മലബാർ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ എസ് എമ്മിൽ ലാസ്റ്റ് 5979, ഇ സെറ്റിൽ 7824, എം യു 7500, ബി എച്ച് 6343, എൽ എ 9810, ഡി വിയിൽ 8552, വി കെയിൽ 7259, ബി എക്സിൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ 7104, കെ എനിൽ 10759, കെ യു 20903, എസ് സി 17020, എസ് ടി 26274, ഇ ഡബ്ല്യൂയിൽ 17273. ഇനി അടുത്തത് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടത്തെ കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജ് തന്നെയാണ്. അപ്പോൾ എസ് എമ്മിൻ്റെ അണ്ടറിൽ 9556, ഇ സെറ്റിൽ 10277, എം യുയിൽ 12517. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കിയാൽ ഇപ്പോൾ എം യുവിൻ്റെ അണ്ടറിൽ 12,000 സംതിങ് പോയിക്കുന്നത്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ 12,000 സംതിങ് എം യുവിൻ്റെ അണ്ടറിൽ പോയിട്ടുണ്ട്. അടുത്ത ബി എച്ചിൽ നോക്കുകയാണെങ്കിൽ 9793, എൽ എയിലാവുമ്പോൾ 11,614. മറ്റേ സ്ഥലത്തൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫില്ലായിക്കണം. അങ്ങനെ പല ഫാക്ടേഴ്സിനാണ് എം ടി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫില്ലായി. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ അവിടെ കയറിയിട്ടില്ല. ഇനി അടുത്ത് നോക്കുമ്പോൾ ബി എക്സിൻ്റെ അണ്ടറിലാവുമ്പോൾ 10,088, കെ എനിൽ 11,407, കെ യുയിൽ 25,845, എസ് സിയിൽ
17,070. ഓക്കെ, ഇനി അടുത്ത പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറ്. അവിടെ നോക്കുമ്പോൾ SM 10,841, EZ 11,397, MU 12,635, BH 10,949, LA 11,305, DV നോക്കുമ്പോൾ 10,928, VK 12,231, BX 12,554, KN 14,509, KU 22,649, SC 18,304, 18,034, ST 29,388, EW 18,733. ഇനി അടുത്തത് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നോക്കുമ്പോൾ SM അണ്ടറിൽ വരുന്നത് 3,586, EZ അണ്ടറിൽ നോക്കുമ്പോൾ 3,758, MU അണ്ടറിൽ നോക്കുമ്പോൾ 3,619, BH അണ്ടറിൽ നോക്കുമ്പോൾ 3,638, അടുത്ത VK അണ്ടറിൽ നോക്കുമ്പോൾ 4,208, ആൻഡ് SC അണ്ടറിൽ 13,397, ആൻഡ് ST അണ്ടറിൽ 26,187. ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ MU അണ്ടറിൽ ഏകദേശം കയറിയിരിക്കുന്നത് 3,000 സംതിങ് ആണ്. വേറെ കോളേജിൽ 12,000 10,000 ഒക്കെ പോയ സ്ഥലത്ത് ഇവിടെ 3,000 സംതിങ്ങിലാണ് ഇവിടെ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കയറിയിട്ടുള്ളത്. അടുത്ത ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലക്ക എറണാകുളത്ത് നോക്കുമ്പോൾ SM 8,186, EZ 9,743, MU നോക്കുമ്പോൾ 10,565, ഈ BH നോക്കുമ്പോൾ 8,378, LA അണ്ടറിൽ 9,503, DV അണ്ടറിൽ 9,137, VK അണ്ടറിൽ 12,276, BX അണ്ടറിൽ 10,113, ആൻഡ് KN അണ്ടറിൽ 10,957, KU അണ്ടറിൽ 19,018, പിന്നെ SC അണ്ടറിൽ 17,221, ST 28,517, EW 17,625. ഇന്നത്തെ ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കരാക്കൊന നോക്കുമ്പോൾ SM 6,730, EZ 7,466, MU 8,055, BH 6,869, LA 8,434, DV 7,547. അടുത്തത് KU നോക്കുമ്പോൾ 22,213, KU ഏകദേശം 22,000 സംതിങ്ങിൽ ഡോക്ടർ സോമർവെൽ മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ട്. അടുത്ത SC അണ്ടറിൽ നോക്കുമ്പോൾ 17,251, എൻ്റെ ST അണ്ടറിൽ 26,678. ഇനി അത് SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ SM അണ്ടറിൽ 7,597, EZ 9,551, MU 10,416, ആൻഡ് BH അണ്ടറിൽ 8,880, LA അണ്ടറിൽ 10,713, ആൻഡ് DV അണ്ടറിൽ 10,451, VK അണ്ടറിൽ 11,624, BX അണ്ടറിൽ 10,430, KN 11,377, KU 20,850, SC 17,930, ST 29,304, ആൻഡ് EW 14,063. അടുത്ത ലാസ്റ്റ് സെൽഫ് ഫിനാൻസ് കോളേജാണ് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഉമേനല്ലൂർ കൊല്ലത്തിലത്. അവിടെ നോക്കുമ്പോൾ SM 5,837, EZ 6,495, MU 6,104, BH 5,980, LA അണ്ടറിൽ നോക്കുമ്പോൾ 7,308, DV 7,465, VK നോക്കുമ്പോൾ 8,000, BX 7,247, ആൻഡ് KN KU അവിടെ MT ഓൾറെഡി ഫിൽ ആയിട്ടുണ്ട്. അടുത്ത SC നോക്കുമ്പോൾ 17,743, ST നോക്കുമ്പോൾ 28,460. ഓക്കെ, അപ്പോൾ ഇത്രയും കോളേജസ് ആണ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ലാസ്റ്റ് കയറിക്കുന്ന റാങ്ക്. ഇതിലിപ്പോൾ ഏകദേശം നമുക്ക് കട്ട് ഓഫ് ആയിട്ട് കറക്റ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് ഓരോ എന്താ പറയുക കാറ്റഗറീസിൻ്റെ അണ്ടറിൽ ഓരോ റാങ്കാണ് കയറിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MU അണ്ടറിലൊക്കെ ആണെങ്കിൽ 12,000 ഒക്കെയാണ് ടോപ്പ് ആയിട്ട് കയറിയിട്ടില്ല. അപ്പോൾ 30,000 ഒരാൾക്ക് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡ് അല്ല, ബിക്കോസ് അത് ഇയർ വൈസ് മാറ്റം വരാം. ചിലപ്പോൾ ഈ ഒരു ഇയർ നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ 30,000 കയറിയെന്ന് വരാം. കഴിഞ്ഞ ഇയറിൻ്റെ അതേ ഒരു ഇതാണെങ്കിൽ ഏകദേശം 12,000. എന്നാലും ഒരു സേഫ് ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ 10,000 ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാര്യമില്ല, തേർഡ് ഫേസ് അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 10,000 11,000 ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റോ സെക്കൻഡിലോ അല്ല ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷ, പക്ഷേ കറക്റ്റ് പറയാൻ പറ്റില്ല, പ്ലസ് ഓർ മൈനസ് ചാൻസ് ഉണ്ട്. ഏകദേശം ഫസ്റ്റോ സെക്കൻഡോ അലോട്ട്മെൻറ്റോ കഴിഞ്ഞാലാണ് നമുക്ക് ലാസ്റ്റ് ഇനി ഏത് വരെ പോകും നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഇനി ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ NEET 2026 CE MCC NEET കൗൺസിലിങ്ങിൻ്റെ ബാക്കി ചോയ്സ് ഫില്ലിംഗ് രജിസ്ട്രേഷൻ ഇനി എല്ലാവരും CEയുടെ ചോയ്സ് ഫില്ലിംഗ് രജിസ്ട്രേഷൻ ഒക്കെ എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് ഇന്നലെയാണ് പബ്ലിഷ് ആയത് 14-ാം തീയതി. അപ്പോൾ ഏകദേശം ഇനി ഒരു ഇന്നോ നാളൊക്കെ ആയിട്ട് എന്തായാലും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ CEയുടെ അണ്ടറിൽ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.